തൃശൂർ അരിമ്പൂരിൽ കുറുനരിയുടെ ആക്രമണത്തിൽ പേ വിഷബാധയേറ്റ 3 പശുക്കൾ ചത്തു. മൃഗഡോക്ടർ എത്തി പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പശുക്കൾക്ക് കുറുനരിയുടെ കടിയേറ്റത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഏതായാലും കുറുനരിയിൽ നിന്ന് പേ വിഷബാധയേറ്റാണ് പശുക്കൾ ചത്തിരിക്കുന്നത്. കൂടുതൽ വളർത്തുമൃഗങ്ങൾക്ക് കടിയേറ്റ സാഹചര്യം വല്ലതും അവിടെ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ 3 പശുക്കളുടെ കാര്യം മാത്രമാണ് ഔദ്യോഗികമായി മൃഗസംരക്ഷണ വകുപ്പ് അടക്കം സ്ഥിരീകരിക്കുന്നത്. തൃശൂർ അരിമ്പൂരിലെ കിഴക്കുംപുറത്ത് ഉണ്ണികൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ കൈപ്പള്ളി വീട്ടിൽ സിദ്ധാർത്ഥന്റെയും പശുക്കളാണ് ചത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ആ പറമ്പിൽ പുല്ല് തീറ്റിക്കാനായി പശുക്കളെ ഈ 2 ക്ഷീരകർഷകരും പറമ്പിലേക്ക് അഴിച്ചു കെട്ടിയിരുന്നു. ഈ സമയത്താണ് ആളൊഴിഞ്ഞ പറമ്പിൽ കുറുനരി എത്തി പശുക്കളെ കടിച്ചതിന് ശേഷം അവിടെ നിന്നും ഓടി മറഞ്ഞത്. ആളുകൾ ഈ പശുക്കളുടെ കരച്ചിൽ കേട്ട് എത്തുമ്പോഴാണ് ഈ കുറുനരി കടിച്ച് രക്ഷപ്പെടുന്നത് കണ്ടത്. പിന്നീട് ഈ പേവിഷബാധ അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗഡോക്ടർ അന്ന് തന്നെ എത്തി ഈ പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു. തുടർന്ന് പശുക്കളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ ഇവർ ഈ പശുക്കൾ 3 പശുക്കളും പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം ചത്തു വീഴുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പശുക്കളെ പരിശോധിക്കുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം നാളെ ഈ പശുക്കളെ കുഴിച്ചു മൂടാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നിരവധി വർഷങ്ങളായി ക്ഷീരകർഷകരായി പ്രവർത്തിക്കുന്ന 2 പേരുടെ ആശ്രയമായിരുന്നു ഈ പശുക്കൾ എന്നുള്ളതും ഈ പശുക്കൾ ചത്തതോടുകൂടി അവർക്കും വലിയ നഷ്ടവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അരിമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ഈ കർഷകരെ നേരിൽ കാണുകയും നഷ്ടപരിഹാരം അടക്കം നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ പ്രദേശത്ത് കുറുനരിയുടെ ആക്രമണത്തിൽ മറ്റു മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കടിയേറ്റിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളെ പ്രത്യേകമായി നിരീക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ളത്. ലക്ഷ്മി.